സാറിന് തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് പുറത്തിറങ്ങിയാൽ അത് വളരെ മോശമല്ലേ? നമ്മളൊരു പരാതി ഇത് സിസ്റ്റത്തിൽ കിടക്കില്ലേ? എസ് പി നേരിട്ടല്ലല്ലോ ഹാൻഡിൽ ചെയ്യുക, അവിടെ ഓഫീസിൽ വരുന്ന സ്റ്റാഫല്ലേ ഇത് ഹാൻഡിൽ ചെയ്യുക. നമുക്ക് ആ സിസ്റ്റത്തിൽ നിന്ന് മായ്ക്കാൻ എന്താ മാർഗം? ഞാനിപ്പോ മനസ്സിലാക്കിയിരിക്കുന്നത് എസ് പിക്ക് കൊടുത്ത പരാതി അവിടുത്തെ ക്യാമ്പ് ഓഫീസാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അത് അതിന്റെ പുറത്തേക്ക് ഒരാളും അത് അറിയാനും പോണില്ല. അപ്പം മേൽ പറഞ്ഞ പരാതി തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അൽമാഷ് പോലും എന്റെ അടുത്ത് പറഞ്ഞ അങ്ങനെ കേട്ടോ, എമ്മിലോട്ടുള്ള സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കും അങ്ങനെ എന്റെ അദ്ദേഹം പറഞ്ഞത്. ഞാനത് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ചെയ്യാന്ന് തന്നെ എനിക്ക് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞാണ്, വേറെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ തമ്മിൽ എത്രത്തോളം ആത്മബന്ധം ഉണ്ടോ അത്രയും പോലും ഇല്ലെങ്കിൽ പോലും ഒരു സഹോദരി ബന്ധം ഉള്ളതുകൊണ്ടാണ് എന്റെ അടുത്ത് ആ ഒരു ഫ്രീഡത്തിൽ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, നമുക്കിപ്പോ ഇതില് ഇലക്കും മുള്ളിനും കേടില്ലാതെ ഈ വിഷയം ഇപ്പൊ കൊടുത്ത മെയില്, ആ മെയിലിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യാൻ എന്താ മാർഗം? അതിന് വേറെ വഴിയില്ല. അത് ഓൾറെഡി അത് പ്രിന്റ് എടുത്തു ഈ ശശിനെ കാണിച്ചിട്ടുണ്ട് അവര്. അയാൾ അവിടെ ഇല്ല, അയാൾ 2 ദിവസം ലീവാണ്. അപ്പൊ അവരെ അറിയിച്ചിട്ടുണ്ട്. അല്ല അത് ഓക്കെ, ശശിയല്ല മലപ്പുറം എസ് പി അല്ലേ ഇപ്പൊ അറിയുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ പോലീസുകാരൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ബന്ധമുണ്ടോ? ഇത്രയും കാലം ഇവിടെ വർക്ക് ചെയ്ത് അല്ല, ഞാൻ നേരിട്ട് അവരോട് ആരോട് സംസാരിച്ചിട്ടില്ല. ഈ ശശി ഇത് അറിഞ്ഞപ്പോ ശശി ഇത് DIGനെ അറിയിച്ചു. അപ്പൊ DIG ആണ് എന്നെ വിളിച്ചറിഞ്ഞ, സുഹൃത്തെ ഇങ്ങനെ അൻവർ MLA സാർ എന്താ ഇങ്ങനെ നീയോട്ട് നല്ല ബന്ധമല്ലേ, എന്താ ഇപ്പൊ സാർ ഇങ്ങനെ ഇതിന്റെ അകത്ത് ഇങ്ങനെ ആവശ്യം ഇല്ലാതെ നിന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഞാൻ പറഞ്ഞു എന്നോട് ഒരു ദേഷ്യമില്ല, 3 വർഷം ഞാൻ നല്ല ബന്ധം തന്നെയായിരുന്നു, വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും. അപ്പൊ എന്നോട് അങ്ങനെ അദ്ദേഹത്തിന് തോന്നിട്ട് കാര്യമില്ല. ശശിയോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവാം, പക്ഷെ അല്ലാതെ എന്റെ അടുത്ത് അങ്ങനത്തെ ഒരുവിധ വികാരം അദ്ദേഹത്തിനില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നീ ഒന്ന് അദ്ദേഹത്തിനോട് സംസാരിക്കുകയോ മറ്റോ ചെയ്യോ, ഇങ്ങനെ അത് സാറൊക്കെ അത് ഇട്ടെടുത്തു കഴിഞ്ഞാല് അത് അനാവശ്യമായിട്ട് നിന്റെ അനാവശ്യമായ ഒരു കോൺട്രവേഴ്സിയാണ്. മീൻസ് സാർ അതൊരിക്കലും മറ്റു പരാതി നടന്നു പോകട്ടെ, പക്ഷെ സാർ ഒരിക്കലും അത് വന്നു കഴിഞ്ഞാല് അത് മറ്റൊരു ഹൈ പ്രൊഫൈലിലേക്ക് അത് വെറുതെ പോകും. അപ്പം അത് നീ സാറിനോട് സംസാരിക്കുന്നു പറഞ്ഞു. ഇപ്പൊ നമ്മളെ DIG ആണ് കോഴിക്കോട്, അല്ല തൃശ്ശൂര്. പുള്ളിയാണ് ഇപ്പൊ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. അതെ, ഈ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ഇത് ചെയ്യുക. അല്ല, തൃശ്ശൂർ DIGനെ എസ് പിക്ക് മാനേജ് ചെയ്യാൻ പറ്റൂലേ? ഇല്ല, അവരൊക്കെ ട്രാൻസ്ഫർ ആയി പോവാണേ. നാളെ അവര് റിലീവ് ചെയ്യാണ്. അല്ല, ഇപ്പൊ അടുത്ത ആള് വന്നാലും നിങ്ങളെ ഗ്രൂപ്പ് അങ്ങനെ മാനേജ് ചെയ്യാനല്ലല്ലോ. അപ്പൊ അതിന്റെ അകത്ത് എനിക്ക് ഒറ്റ റിക്വസ്റ്റ് MLA MLA കൊടുത്ത പരാതി ഒന്ന് വിഡ്രോ ചെയ്യണം. അത് എന്റെ പേഴ്സണൽ റിക്വസ്റ്റാ. അല്ല, പറയുന്നത് ഇറ്റ്സ് ഓക്കെ. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പരാതി അവിടെ ഈ സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം എന്താ മാർഗം? നമ്മളൊരു പരാതി തന്നിട്ട് ഒരു വഴിയില്ല. MLA ഇങ്ങനെ ഒരു പരാതി കൊടുത്താൽ അതിന് അടുത്തതിന് കണക്റ്റിംഗ് മെയിലായിട്ട് ഈ പരാതി തുടരാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒരു മെയിൽ അയക്കുന്ന അല്ലാതെ വേറെ ഒരു വഴിയില്ല. അല്ലെങ്കിൽ MLAയോട് അങ്ങോട്ട് പറയത്തില്ലേ ഒരു സ്മാർട്ടായിട്ട് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന്? ഒരു കാര്യത്തിന് നിങ്ങൾ എന്റെ സമാധാനത്തിനെങ്കിലും ഇതൊന്ന് ചെയ്യും പ്ലീസ്. ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം. നാളെ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. അപ്പൊ ഞാനിത് ഇങ്ങനെ ഈ രീതിയിൽ അല്ലെങ്കിൽ അവൻ എന്നോട് മുഴുവൻ ശത്രുത, അത് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കണം അറിയത്തില്ല. അൽമാഷോട് ചോദിച്ചറിയാം. അവൻ എന്റെ ഒപ്പം ഈ ശശിക്ക് നമ്മൾ തമ്മിൽ ഒരിക്കൽ പോലും ഫോണിൽ സംസാരിക്കാത്ത ആളാ. അത് നിങ്ങൾ പറഞ്ഞ എത്രത്തോളം വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. അതായത് അവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ ഈ പഴയ സ്കൂളുകളിൽ 1ാം റാങ്ക് എത്തേണ്ട ആൾക്കാരില്ല, 50 മേടിക്കാനായിട്ട്. അപ്പൊ അവരുടെ ഒരു വിചാരം അടുത്തവന് 50-49 കിട്ടാവുള്ളൂ, എനിക്ക് മാത്രമേ 50-50 കിട്ടാവുള്ളൂ. ഈ പഴയ സ്കൂളിലെ കുതിരിപ്പ് ആൾക്കാരല്ലേ, അവൻ അങ്ങനത്തെ ഒരുത്തനാ. ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്തതിനേക്കാളും കേസ് എടുക്കണം, FIR ഇടണം എന്ന് വർഷം കൊണ്ട് വിവിധ മേഖലകളിൽ പോലീസിംഗ് ചെയ്തു വെച്ചതിനൊപ്പം ഈ 57-58 വയസ്സുള്ളവന് ഓടിയെത്തത്തില്ല. കാരണം എന്റെ വയസ്സൊന്നും 31 ഉള്ളൂ, ഇവന് 57 അതിന്റെ ഒരു വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ ഇവനെന്തുവായി? അപ്പം ഈ ചെയ്തു വെച്ചവൻ ചെയ്തതെല്ലാം മോശമാണെന്നുള്ള സാധനത്തിൽ സംസാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവൻ കൂടെയുള്ള പോലീസുകാരോടും SI-മാരോടും CA-മാരോടും DYSP-മാരോടും എല്ലാം എന്റെ കുറ്റം പറയുക. മേളിലോട്ടുള്ള ഇവന്റെ അടുപ്പക്കാരോടും വിളിച്ചു പറയും, ഇവന്റെ ബാച്ചുകാരോടും വിളിച്ചു പറയുക, അയാൾ ചെയ്ത് ശരിയല്ല, ഞാനാണ് ഇപ്പൊ ചെയ്യുന്നത്, ഞാനാണ് ഇപ്പൊ മണ്ണ് പിടിക്കുന്നത്, ഞാനാണ് കല്ല് പിടിക്കുന്നത്, അയാളതൊന്നും പിടിച്ചില്ല. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് മോശമാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അയാളുടെ അടുത്താണ് ഈ സാധനം കിട്ടിയിരിക്കണേ. അപ്പൊ MLA ഉദ്ദേശിക്കുന്നത് അതേപോലെ ഒരു 4-5 ദിവസം മുമ്പ് ഒരാളോട് പറഞ്ഞതേ, കണ്ടില്ലേ വയനാട്ടില് ഉരുൾപൊട്ടലുണ്ടായി. ഞാൻ മലപ്പുറത്തുള്ളതുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ഇവിടെ ഇല്ലാതിരുന്നത്, ഞാൻ അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അത് ഇങ്ങനെ എന്താ പറഞ്ഞ ഈ ശുദ്ധം ദുഷ്ടന്റെ ഫലം ചെയ്യുന്നോ അല്ലെങ്കിൽ ഈ പൊട്ടന്നോ എങ്ങനെ വേണേലും ഇതിനെ വിളിക്കാം. പക്ഷെ ഇവന്റെ ആകെ ബലം എന്ന് പറഞ്ഞത് ADG എല്ലാന്റെ MR അജിത് കുമാർ സാറ് സപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ ഇവന് വേറെ ഒരു ബലവും ഒരു തേങ്ങയില്ല. അപ്പൊ അങ്ങേര് ശക്തനായി നിൽക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഇവനിങ്ങനെ
പിടിച്ചത്. ഇവനെ പാലക്കാട് ജില്ലയിൽ അവിടുത്തെ പോലീസുകാർ കേട്ടിട്ടില്ലായിരുന്നു DYSP വരെ, ഇവൻ KPS SP ആയിട്ട് വരെ. അല്ല, അയാൾക്ക് ഈ കൺഫേർഡ് SP എന്ന നിലക്കില് ഈഗോ അദ്ദേഹത്തിന് നല്ല ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡയറക്റ്റ് IPSകാരെ മുഴുവൻ കുറ്റം പറയുക. സത്യത്തിൽ ഇതിന്റെ അകത്ത് ഈ IPS അസോസിയേഷനെ പറ്റിയ പാകപ്പിഴെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല. ഇവന് ശരിക്കും ഡയറക്റ്റ് IPSകാരെ ഇഷ്ടമല്ല. കാരണം ആ പ്രമോട്ടിയുടേതായിട്ടുള്ള വ്യത്യാസമുണ്ട്. അസോസിയേഷൻ IPS അസോസിയേഷൻ ഇങ്ങനെ ഒരു പരാതി ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഈ MLAയുടെ ഒരു ബൈറ്റിന്റെ ഒരു ചെറിയ ഭാഗം ഇവര് തെറ്റിദ്ധരിച്ചു. അതായത് ഒരു ചെറിയ ഭാഗത്തിൽ എങ്ങാണ്ട് ഈ IPSകാരെന്ന് പറഞ്ഞ എന്തോ ഒരു ജനറൽ ആകുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്തോ ഒരു സാധനം പക്ഷേ ഈ കേൾക്കുന്നവൻ പറയുന്ന ആളുടെ ഉദ്ദേശമല്ലല്ലോ കേൾക്കുന്ന ആൾക്ക് തോന്നുന്നത്. അപ്പൊ ഇവർക്ക് അങ്ങനെ തോന്നി. അതിന്റെ പേരിൽ കുറച്ച് ആൾക്കാര് മറ്റേ ഈ കാള പറ്റുന്ന കെട്ടപ്പോളെ കയറെടുത്തിറങ്ങി. എന്നിട്ട് ആ റെസൊല്യൂഷനും പാസ്സാക്കി, നാണവും കെട്ടു, MLA മാപ്പ് വിട്ടു. ഇപ്പം പുറത്തിറങ്ങി തുണിയിടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. KPA അസോസിയേഷൻ തിരിച്ചും പറഞ്ഞു. നാറി നാറ്റക്കേസായിട്ടിരിക്കുക. ഒരാവശ്യമില്ലായിരുന്നു ഒരു പ്രൊമോട്ടിക്ക് വേണ്ടി അടിച്ചെടുക്കുന്നത്. കാരണം ഈ പ്രൊമോട്ടിമാർക്ക് ഡയറക്റ്റ് IPSകാരുമായിട്ട് യാതൊരു താല്പര്യമില്ല. എസ്പെഷ്യലി ഇവന്. കാരണം ഇവൻ ഈ ഭയങ്കര ഞാനാണ് ഒന്നറങ്ങിയാരൻ, ഞാൻ മറ്റേ ചായ പോലും കുടിക്കില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നാട്ടുകാരെ പറ്റി നടക്കല്ലേ. അല്ല, ഇപ്പൊ പുള്ളി SP നിങ്ങൾ ഇവിടെ 3 വർഷം വർക്ക് ചെയ്ത സമയത്ത് ഉണ്ടായ പെർഫോമൻസിന്റെ മേലെ പോകണം. അതിലേറെ FIR വേണം, അതിലേറെ പെറ്റി കേസ് വേണം, അതിലേറെ മണ്ണ് പിടിക്കണം. ഞാൻ 84 ബെഞ്ച് മാർക്കിലെ ബേസിക് പോലീസിംഗ് ചെയ്തു വെച്ചേ. ഇവൻ അതല്ലാതെ ആകെ FIR കൂട്ടാനും മണ്ണുവണ്ടി പിടിക്കാനായിട്ടും ഞാൻ എന്ത് വളരെ കൃത്യമായി എന്റെ നയം വളരെ വ്യക്തമായിരുന്നു. കരിങ്കൽ കാറിക്ക് നയം വളരെ വ്യക്തമാണ്. കൃത്യമായി ലൈസൻസിങ് ഉണ്ട്. അതിന് ലൈസൻസ് ഇല്ലാത്തതിനെ നോക്കുക. ചെങ്കല്ലിന് നമുക്ക് നെല്ലും പതിരും വേർപെടുത്താൻ പറ്റില്ല. കാരണം ജില്ലയിൽ ആകെ ലൈസൻസ് ഉള്ള പണ്ട് കാലത്ത് ഏതോ ഒരു ഒരെണ്ണമാണ്. വേറെ ആർക്കും ലൈസൻസ് ഇല്ല. നമുക്ക് ആകെ നെല്ലും പതിരും വേർതിരിക്കാനേ വരത്തുള്ളൂ. മണ്ണിടിഞ്ഞ് മലയിടിഞ്ഞ് താഴെയുള്ളവർ മരിച്ചു പോകും. അല്ലെങ്കിൽ ഒരാളുടെ പറമ്പിൽ ഗുണ്ടായിസം കാണിച്ച് കേറി ഒരു പ്രമോഷനില്ലാതെ കേറി വെട്ടുക. അത് നാട്ടുകാർക്ക് ഭയങ്കരമായ പരാതി. വെള്ളപ്പൊക്കത്തിലോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴോ ഞങ്ങളുടെ വീട് നശിക്കുന്നു പറയുന്നവര്. അങ്ങനെയുള്ള പരാതികളെ SP വെരിഫൈ ചെയ്ത് നന്മയുണ്ടെങ്കിൽ നടപടി